ആദ്യമായിട്ട് കൺഗ്രാറ്റ്സ്, ചേട്ടൻ്റെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നു. താങ്ക് യു. പിന്നെ ഈ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പാടായിരുന്നു. പാടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്ക് നിങ്ങളിൽ കുറച്ച് പേരൊക്കെ കല്യാണം കഴിച്ചവരായിരിക്കുമല്ലോ. കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു. ചേട്ടന് അധികം ലീവില്ലായിരുന്നു. 2 ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ കയറി താമസമായിരുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു തിരക്കും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന്? ഈ ഡ്രസ്സ് ഇന്നത്തെ ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആത്മ ഡിസൈനർ ഹൗസാണ് തിരുവല്ലയിൽ. എൻ്റെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സാരി അവർ റെഡ് സാരി ചെയ്തതാണ്. അന്ന് നമ്മുടെ ആ ഒരു സാരി ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ഇത് ഫുള്ളും ഹാൻഡ് വർക്ക് ചെയ്തിട്ട് 15 ദിവസം എടുത്ത് ഫുള്ള് ലെഹങ്ക സെറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ കുറേ നേരം ആലോചിച്ചപ്പോൾ നിങ്ങൾ റെഡും ഇനിയിപ്പോൾ ആരുണ്ടെങ്കിൽ ഒരാളെ കാണിച്ചു കാപ്പിപ്പൊടി കളർ എന്നൊക്കെ ആരുടെ അടുത്ത് ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളറിൻ്റെ പേര് ഒരു റെസ്റ്റിക്കറി ഒരു ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയാം. ഇത് യൂഷ്വലി കുറച്ച് കോമൺ അല്ലാത്തൊരു കളറായതുകൊണ്ട് ചൂസ് ചെയ്തൊരു കളറാണ്. ഇതിൻ്റെ ഡിസൈനർ ആലിയ എന്ന ചേച്ചിയാണ്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മേക്കപ്പ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആലിയ എന്ന ചേച്ചിയാണ്. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജാനി ചേച്ചിയാണ്. ജാനി ചേച്ചി അല്ലാതെ ചേച്ചിയാണ്. പിന്നെ നാത്തൂനെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്കങ്ങനെ നാത്തൂന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഞങ്ങൾ കുറേ നാളായിട്ട് അറിയാം. ഇപ്പം എൻ്റെ കല്യാണത്തിന് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വർഷമായി ഏകദേശം ഈ ഒരു നമ്മൾ ആലോചന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പോഴാണ്. പക്ഷേ കല്യാണം നടന്നതെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പുതിയൊരാളെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരാൾ ജസ്റ്റ് വീട്ടിലോട്ട് വരുന്നു, അത്ര എനിക്ക് തോന്നുന്നുള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു കുട്ടിയാണ്. നല്ലൊരു കുടുംബം അവൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ ചേട്ടൻ.